ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോർമലി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മൈൻഡിൽ വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ്. എന്നാൽ അത് രണ്ടും മാത്രമല്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. 5 കൈൻഡ് കമ്പോണൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റ്, രണ്ടാമത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നാലാമത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അഞ്ചാമത്തെ നോട്ട് ടു അക്കൗണ്ട്സ്. ഈ 5 റിപ്പോർട്ട്സും പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പീരീഡിൻ്റെ എൻഡിലാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു നോ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും പെർഫോമൻസും അറിയാൻ വേണ്ടിയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്സ് ആണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് 5 കമ്പോണൻസ് ഇൻവോൾവ് ആണ്. ഇതിൽ വരുന്ന ഒന്നാമത്തെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ അസറ്റ് എത്രയാണ്, ലയബിലിറ്റി എത്രയാണ്, ഇക്വിറ്റി എത്രയാണ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് ഓൺ ചെയ്യണതാണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് അതിൻ്റെ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സൈഡേഴ്സിനോടൊക്കെയുള്ള ലയബിലിറ്റിയാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഓണറിനോടുള്ള ലയബിലിറ്റിയാണ്. സോ ആ ഒരു അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ്, പ്രോഫിറ്റ്, ലോസ്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് അറ്റ് എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഷോർട്ടായി പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയാണ്. ഇത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണേഴ്സിൻ്റെ ഇക്വിറ്റിയിലുള്ള ഇൻക്രീസും ഡിക്രീസും അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോർത്ത് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. നമുക്കറിയാം ഒരു ബിസിനസ്സിൽ വാരിയസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാവാം, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവാം. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് ക്യാഷ് വരും. അപ്പോൾ സെയിലൊക്കെ നടത്തി കഴിഞ്ഞാൽ ക്യാഷ് ഇങ്ങോട്ട് വരും. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുക. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ മെയിൻലി 3 കൈൻഡ് ആക്ടിവിറ്റീസ് ആണ്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഈ 3 ആക്ടിവിറ്റിയിലും ഉള്ള ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നോട്ട്സ് ടു അക്കൗണ്ട്സ് ആണ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് നോട്ട് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ എക്സ്പ്ലനേഷൻസ്, അഡീഷണൽ ഇൻഫോർമേഷൻസ്, ഡിസ്ക്ലോഷേഴ്സ്, അക്കൗണ്ടിങ് പോളിസീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ ഓർഗനൈസേഷൻ അത് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ മെൻഷൻ ചെയ്താൽ മാത്രമേ അത് യൂസ് ചെയ്യുന്ന യൂസർക്ക് മനസ്സിലാവൂ. അല്ലെങ്കിൽ പെട്ടെന്നൊരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അത്തരം സാഹചര്യങ്ങളിലൊക്കെ അതൊരു അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നോട്ട്സ് ടു അക്കൗണ്ട്സ്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നോട്ട്സ് ടു അക്കൗണ്ട്സ് ഇത്രയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. താങ്ക് യു.